തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. ഞാൻ സീരിയസ് ആയി തന്നെ പറയുന്നത്. ഈ എസ് ആൻഡ് ഡിയും എന്താ ഡിനോട്ട് ചെയ്യുന്നത്? സിദ്ധാർത്ഥൻ എസ് ആൻഡ് ദേവനന്ദ ഡി. അല്ല, ശ്രീറാമിൻ്റെ എസും ദേവനന്ദയുടെ ഡിയും. റിങ്ങിൽ തലോടിക്കൊണ്ട് നന്ദു പറയുന്നത് കേട്ട് ത്രിദേവസീസ് ഞെട്ടി പരസ്പരം നോക്കി. വാട്ട്? ശ്രീറാമിൻ്റെ എസ്സോ? മൂന്ന് പേര് ഒരേ സ്വരത്തിൽ ചോദിച്ചതോ അവൾ അതേന്ന് തലയാട്ടി. അത് കണ്ട് അവരെന്തോ പറയാൻ നിന്നതും ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കേട്ട് അവർ അതിലേക്ക് നോട്ടം തെറ്റിച്ചു. ഋതിക്കായിരുന്നു എൻഗേജ്മെൻറ്റ് പിക്സ് നേരത്തെ പറഞ്ഞ് സ്പെഷ്യൽ ക്യാമറയിൽ എടുത്തത്. അവൻ സെൻഡ് ചെയ്ത ഫോട്ടോസ് ആയിരുന്നു. അത് ഡൗൺലോഡായതോ അതിൽ നന്ദുവിൻ്റെ കയ്യിൽ റിങ് ഇടുന്ന വ്യക്തിയെ കണ്ട് മൂന്നൂര് ഒന്നൊന്നര ഞെട്ടിലങ്ങ് ഞെട്ടി. ശ്രീയേട്ടൻ ഇപ്പം ഹാപ്പി അല്ലേ അളിയ? ഒരാൾക്ക് അവിടെ മൂന്ന് ത്രിമൂർത്തി ചോദിച്ചതും പിന്നെ അല്ലാതെയെന്നും പറഞ്ഞ് ഞാനൊന്ന് ചിരിച്ചെടുത്തു. ഹോ, ഇപ്പോഴൊന്ന് സമാധാനം. ഇത് 2 ദിവസമായി ഞാൻ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്. അതെന്താ, നിൻ്റെ കട്ടിൽ മൂട്ടശല്യം ഉണ്ടായിരുന്നോ? ധ്രുവ് പറഞ്ഞ് തീരും മുന്നേ റയാൻ്റെ ഡയലോഗ് എത്തി. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നുള്ളവേ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കൂട്ടാ, ഇതൊക്കെ കഴിവാണെന്നും പറഞ്ഞ് റയാൻ കോളർ പൊക്കിയതും ധ്രുവ് അവനിട്ട് 2 കൊടുത്തു. അല്ല, നിങ്ങൾക്കൊന്നും അങ്ങോട്ട് കത്തിയില്ലല്ലേ? പറഞ്ഞുതരാം. റോബു കുഞ്ഞെ ഒന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്ക്. ഓക്കെ ബ്രോ. അപ്പം എല്ലാവരും ഇങ്ങ് നോക്ക്. നിങ്ങൾക്ക് കുറച്ച് മുന്നേ എന്താ നടന്നതെന്ന് മനസ്സിലാവണല്ലേ? കുറച്ച് പിറകിലേക്ക് പോകേണ്ടി വരും. സിമോൻ, ഗോഡായിട്ട് നിനക്ക് ഒത്തിരി ചാൻസ് എന്ന് കഴിഞ്ഞു ശ്രീ. ഇനിയെങ്കിലും നീ ഇത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും. എന്ത് വേണമെന്ന് ഇപ്പം ഈ നിമിഷം തീരുമാനിക്കണം. സ്വന്തം മനഃശാസ്ത്രം തന്നെ അവൻ അങ്ങനെ ഒരു താക്കീത് കൊടുത്തതും ശ്രീ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നു. ഐ വോണ്ട് മിസ് യു അഗൈൻ നന്ദ. ടേബിൾ ഒന്ന് ശക്തമായി ഇടിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു. ശ്രീ പാർക്കിലേക്ക് വേഗം ചെന്നതും അവൻ മറികടന്ന് ത്രിമൂർത്തീസിൻ്റെ കാറ് പോയി. അപ്പം നന്ദ ഇവരുടെ കൂടെയാണോ വന്നത്? പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വന്നതും കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ശ്രീ ബൈക്കെടുത്ത് അവർക്ക് പിറകെ വിട്ടു. അവൻ പിറകേണ്ടെന്ന് റിയർ വ്യൂ മിററിലൂടെ ശ്രീയെ നോക്കി കാശി പറഞ്ഞതും ബാക്കി 3 ഒന്ന് ചിരിച്ചു. അതോടെ കാശി കുറച്ചും കൂടി സ്പീഡിൽ വണ്ടി വിട്ടു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ശ്രീയെ പിറകിൽ കാണാതായി. അത് കണ്ട് 4 പേരും അവൻ എവിടെ പോയെന്ന് ചിന്തിച്ച് മുഖത്തോട് മുഖം നോക്കിയതും നന്ദു, ഏട്ടാ റാം എന്ന് പറഞ്ഞു ഒച്ച വെച്ചു. അത് കേട്ടവർ ഞെട്ടി മുന്നോട്ട് നോക്കിയതും റോഡിന് കുറുകെ ബൈക്ക് വെച്ച് അതിൽ ചാരി നിൽക്കുന്ന ശ്രീയെ കണ്ട് കാശി വേഗം ബ്രേക്ക് ചവിട്ടി. വണ്ടി നിന്നതും ശ്രീ നേരെ വന്ന് നന്ദിരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്ന് അവളെ പുറത്തിറക്കി. ദേവൻ അത് കണ്ട് കൂടെ ഇറങ്ങാൻ നിന്നതും റയാൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഐ എം സോറി നന്ദ, ഇന്ന് വരെ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിനൊക്കെ പകരമായി നിന്നെ സ്നേഹിച്ച് ഞാൻ ആ കടം വീട്ടിക്കോളാം. ഒരേ ഒരു ചാൻസ് എനിക്ക് തന്നൂടെ? ശ്രീ ചോദിക്കുന്നത് കേട്ട് നന്ദുവിനാണേലും ഒരനക്കവും ഇല്ല. അത് കണ്ട് ശ്രീ ശ്വാസം ഒന്ന് നീട്ടി വലിച്ചിട്ട് അവൾക്ക് മുന്നിൽ മുട്ടുകൊത്തി നിന്നു. വിൽ യു മാരി മീ നന്ദ? കോഫി ഷോപ്പിലെ പാർക്കിൽ ഇത് പൊട്ടിച്ചെടുത്ത് റെഡ് റോസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ശ്രീ നന്ദുവിനെ പ്രപ്പോസ് ചെയ്തു. ചരിത്രം ആവർത്തിക്കുകയാണ് സുഹൃത്തുക്കളെ, ചരിത്രം ആവർത്തിക്കുകയാണ്. ഓർമ്മയുണ്ട് നിങ്ങൾക്ക് അന്ന് നന്ദു ഇങ്ങനെ പ്രപ്പോസ് ചെയ്തത്? ശ്രീയുടെ വണ്ടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവളുടെ വണ്ടി വട്ടം വെച്ചിട്ട് ഹെൽമെറ്റ് ഊരി ഹാൻഡിൽ തൂക്കി സ്കൂട്ടറിൻ്റെ സീറ്റ് പൊക്കി അതിൽ നിന്ന് റെഡ് റോസ് ബൊക്കയും എടുത്ത് ഒരു നല്ല സ്റ്റൈലായി നടന്നു വന്നത് ഓർത്ത് നോക്ക്. ഞാൻ വന്നതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാ. അത് പറയുന്നതിന് മുന്നേ ACP സാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കേ, എന്നിട്ട് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ശ്രീയെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കിയതും നിങ്ങൾ ഓർക്കുന്നില്ലേ? പൈങ്കിളി ഡയലോഗ് അടിക്കുന്നതൊക്കെ നല്ല ബോർ ഏർപ്പാടാണ്. അതുകൊണ്ട് വളച്ചൊടിക്കാതെ സ്ട്രെയിറ്റായി കാര്യം അങ്ങ് പറയാം. എനിക്ക് റാമിന് ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ സാധാരണ ഇഷ്ടമല്ല, ഭയങ്കര ഇഷ്ടമാണ്. ജീവിതകാലം മുഴുവൻ ഈ മുതലിനെ എന്നെ കെട്ടിയവനായി കൂടെ കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തു പറയുന്നു? ഈ കുരുത്ത കിടന്ന കയ്യും കാലും വെച്ച സാധനത്തിന് കെട്ടാനേ സമ്മതമാണോ? കയ്യിലിരുന്ന റെഡ് റോസ് പൊക്കെ കൊട്ടലമ്മ റെഡ് റോസ് പൊക്കെ അവിടെ വെച്ചിട്ട് അവന് നേരെ നീട്ടി സിനിമ സ്റ്റൈൽ അവൾ ചോദിക്കുന്നത് കേട്ട് എന്ത് മറുപടി എന്ന് പറയാതെ, അതായത് ഇപ്പം നന്ദു നിൽക്കും പോലെ ശ്രീ നിന്നത് നിങ്ങൾക്ക് ഓർക്കുന്നില്ലേ? ഇതാണ് പറയുന്നത് കർമ്മ ഈസ് ബൂമറങ് എന്ന്. അന്ന് നന്ദുവെങ്കിൽ ഇന്ന് ശ്രീ. വലിയ മറിയമേ നന്ദിൻ്റെ ഭാഗത്ത് നിന്ന് അനക്കൊന്നും കാണാത്തത് കൊണ്ട് ശ്രീ അഗൈൻ ചോദിച്ചതും അവൾ പതിയെ പിറകിലേക്ക് നോക്കി. ത്രിമൂർത്തീസ് ഇത് മുഴുവൻ വണ്ടിയിലിരുന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന രീതിക്ക് അവൾ നോക്കിയതും തുടങ്ങിക്കോന്ന് അവർ ആക്ഷൻ കാട്ടി. അപ്പം തന്നെ അവർ ചിരിച്ചുകൊണ്ട് ശ്രീയുടെ നേരെ തിരിഞ്ഞിട്ട് നോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ശ്രീ വേഗം എഴുന്നേറ്റ് അവളെ അന്തം വിട്ട് നോക്കി. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ അവൻ ചോദിച്ചു. എനിക്ക് പറ്റില്ല എന്ന് നന്ദു ഉറപ്പിച്ചു കൊടുത്തു. വേറൊന്നുമല്ലല്ലോ ശ്രീയേട്ടാ, ആ വണ്ടി ഒന്നെടുത്ത് മാറ്റി തന്നാലേ വലിയ ഉപകാരം. എന്നാൽ ഞാനങ്ങോട്ട്. ശ്രീയുടെ കിടകൾ മുഴുവൻ പറത്തുന്ന രീതിക്ക് ഡയലോഗ് അടിച്ച് അവൾ പോകാൻ നിന്നതും ബോധോദയം ഉണ്ടായതുപോലെ അവൻ അവളെ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും ഗാലറിയിൽ നിന്ന് കളി കണ്ട് രസിച്ച 3 മഹാന്മാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നീ എന്തിപ്പം ഇങ്ങനെ പറയണേ?
പിന്നെ ശ്രീയേട്ടനല്ലേ പറഞ്ഞേ കഴിഞ്ഞതെല്ലാം മറക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഞാനെല്ലാം മറന്നു. ഇനി എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ ഈ സിധുവിൻ്റെ കല്യാണം ശ്രീയേട്ടൻ വേണം നടത്തി തരാൻ. മുഖത്തൊരു ലോഡ് നാണമൊക്കെ വരുത്തി നിലത്ത് കളം വരച്ചുകൊണ്ടില്ല അവൾ പറയുന്നത് കേട്ട് പകച്ചു നിൽക്കുകയാണ് ശ്രീ. നന്ദുവിനോട് എന്തോ പറയാൻ തുടങ്ങിയതോ പെട്ടെന്നെന്തോ ഓർത്തപ്പോൾ ശ്രീ ത്രിമൂർത്തീസിൻ്റെ അടുത്തേക്ക് ചെന്നു. ആദി, കാശി, റയു, നിങ്ങളെങ്ങനെ മനസ്സിലാക്കടാ, എനിക്കിവിടെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് തന്നൂടെ നിങ്ങളുടെ പെങ്ങളെ? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ശ്രീ പറയുന്നതൊക്കെ കേട്ടിട്ട് അവർ മൂന്നും നോക്കിയത് നന്ദുവിനെയാണ്. അവളാണേൽ അടുത്തത് പോരട്ടെ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുക. അവിടെ പറയാത്തത് കണ്ട് സാഡായി. എനിക്കറിയാം ഇതൊന്നും ഇപ്പോഴല്ലേ പറയേണ്ടതെന്ന്, പക്ഷെ പറ്റിപ്പോയടാ. അവൻ പറഞ്ഞു തീരുമുനെ മുഖത്തൊരു പടക്കം പൊട്ടി. പറ്റിപ്പോയെന്നോ? എന്താ നിനക്ക് പറ്റിപ്പോയത്? ഇവളെ സ്നേഹിച്ചതോ? പറയട കൊപ്പേ. ശ്രീയുടെ യൂണിഫോമിനെ കുത്തിപ്പിടിച്ച് അങ്ങേരി കലപ്പിട്ടതും കാശി റയാനും അവനെ പിടിച്ചു വെച്ചു. ശ്രീയാണേൽ എന്താ ഇപ്പം നടന്നതെന്ന് ചിന്തിച്ച് കവിളിൽ കൈവച്ച് നിൽക്കുവാണ്. വിടടാനെ, അവൻ പറയുന്നത് കേട്ടില്ലേ? നീ ഒന്ന് അടങ്ങ് ദേവാ, കൂൾ. അതും പറഞ്ഞവർ ശ്രീയുടെ നേരെ തിരിഞ്ഞു. നിനക്കുള്ള ഇഷ്ടമായിരുന്നില്ലേ, പിന്നെ എന്താ അത് ആദ്യമേ പറയാതിരുന്നത്? അത് എനിക്കങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു. വാക്കൊണ്ട് പറയണം. ദേ ഇപ്പം പറഞ്ഞത് മാതിരി. എനിക്ക് പേടിയായിരുന്നു നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ. നന്നായി. എടാ മണ്ട, ഇതാണ് നിൻ്റെ അടുത്തുനിന്ന് കേൾക്കാൻ വേണ്ടി എത്ര നാളായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയോ നിനക്ക്? നിങ്ങൾ രണ്ടിനും ശ്രീനന്ദു നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നേ ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായതാണ്. നന്ദുവിനെ ചൂണ്ടി കാശ് പറഞ്ഞതും അവളത് എപ്പെന്ന രീതിക്ക് അവനെ നോക്കി. പിന്നെ ഞങ്ങൾക്ക് അറിയേണ്ടിരുന്നത് നിനക്ക് അവളെ ഇഷ്ടമാണോ എന്നാണ്. അതിനുവേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് നന്ദുവിന് ചെക്കൻ സെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴെങ്കിലും നീ അവൾക്ക് വേറെ ചെക്കനൊന്നും നോക്കണ്ട, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയുമെന്ന് കരുതി. പക്ഷേ എവിടെ? അപ്പോൾ അവൻ സ്നേഹിച്ച പെണ്ണിനെ കൂട്ടുകാരന് വേണ്ടി വിട്ടുകൊടുക്കുന്ന മഹാത്മാവായി. ഞാൻ അന്ന് രാത്രി ഇവളോട് സോറി പറയണമെന്ന് പറഞ്ഞ് നീ ഞങ്ങളെ വിളിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്തിനാണെന്നറിയോ? നിന്നെക്കൊണ്ട് തന്നെ എല്ലാം പറയിപ്പിക്കാൻ വേണ്ടി. ശ്രീ പറഞ്ഞു തുടങ്ങിയതും റയാൻ ഇടയിൽ കയറി. അപ്പോൾ അന്ന് റാം വീട്ടിൽ വന്നത് ഇവർ പറഞ്ഞിട്ടാണോ? പ്ലാനാണെ നിൻ്റെ അനിയത്തിനെ കുളമാക്കി കൈ തന്നു. റയാൻ അത് കൂടെ ചേർത്തതും ശ്രീക്കന്ന് ദേവീസിനെ അവിടെ കാത്ത് ഓർമ്മ വന്നു. വോ, ഫാന്റാസ്റ്റിക്. നീ ധ്രുവിനോടെല്ലാം പറഞ്ഞതുപോലെ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നേ ഇതൊന്നും ഇവിടെ വരെ എത്തില്ലായിരുന്നു. അവനിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആദ്യം നിൻ്റേത് കഴിയട്ടെ. ശരി, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളോടെല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാനാ, അപ്പൻ്റെ അവസ്ഥ അതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എൻ്റെ സംശയം അതല്ല. നിങ്ങൾക്കെല്ലാം അറിയുമായിരുന്നെങ്കിൽ ഇപ്പം നടക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അതെ, അത് തന്നെയാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. എല്ലാം അറിയുമായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ആ സീക്രറ്റ് ഞാൻ പറയില്ല. ദേ ഒരുമാതിരി മറ്റേ പരിപാടി കണക്കരുത്. ആങ്ങളമാരും പെങ്ങളും കൂടി ഇപ്പം തന്നെ ഞങ്ങളെ ഒത്തിരി വട്ടുപിടിപ്പിച്ചു. മര്യാദയ്ക്കെല്ലാം പറഞ്ഞോ, ഇല്ലേ നിൻ്റെ ഇളിച്ചിരിക്കുന്ന പടം ഭിത്തിയിൽ തൂക്കും. ശ്രുതി പറഞ്ഞു. എൻ്റെ പൊന്നു സിസി, ആ സീക്രറ്റ് അറിയണമെങ്കിൽ നിങ്ങളൊന്നെങ്കിലും റാമിനോട് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കെട്യൂൺസിനോട് ചോദിക്കണം. ഇതൊക്കെ അവർ തമ്മിലുള്ള കളികളാണ്. ഏതായാലും ഇത്രയൊക്കെ നടന്നത് കൊണ്ടല്ലേ റാമിനോട് കൺഫേസ് ചെയ്തത്. എന്നിട്ട് ബാക്കി പറ. അന്ന് ശ്രീയുടെ കയ്യിൽ നിന്ന് താഴെ പോയ റിങ് കിട്ടിയത് റയാൻ്റെ കയ്യിലാണ്. എൻഗേജ്മെൻറ്റിന് സിദ്ധാർത്ഥിൻ്റെ കൂടെ റിങ് സെലക്ട് ചെയ്യാൻ പോയപ്പോൾ സെയിം ടു സെയിം റിങ് തന്നെ ത്രിമൂർത്തീസ് അവനെ കൊണ്ട് സെലക്ട് ചെയ്യിച്ചു. പിന്നെയുള്ള ടാസ്ക് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ശ്രീയുടെ നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തണമെന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗേൾസ് ടീം അവരുടെ പ്ലാൻ വർക്കൗട്ട് ആക്കാൻ വേണ്ടി പവർ ഓഫ് ആക്കിയത്. അതോടെ ആ ഗ്യാപ്പിൽ ശ്രീ നൈസായിട്ട് നന്ദുവിന് റിങ് ഇട്ടു. വെയിറ്റ്, ഇവന് ദേവുവിന് റിങ് ഇട്ടു, അവൾ തിരിച്ചു വീന് റിങ് ഇട്ടു. അപ്പം അവനോ? സിദ്ധാർത്ഥ്? ധ്രുവ് ചോദിച്ചതും ത്രിമൂർത്തി ശ്രീയും ഒന്ന് ചിരിച്ചു. ആക്ച്വലി എൻഗേജ്മെൻറ്റ് നടക്കാൻ ആഗ്രഹിക്കാത്ത 3 ടീംസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ഗേൾസ് ടീം, ഒന്ന് നമ്മൾ. അപ്പോൾ മൂന്നാമത്തത് സിദ്ധാർത്ഥ്. വാട്ട്? യെസ്, സിദ്ധാർത്ഥ് നിഹയും ഏതാണ്ട് 5 വർഷത്തോളമായി പ്രണയത്തിലാണ്. നിഹ എന്ന് പറയുമ്പം നിഹാരിക. അവൾ തന്നെ. ആക്കുക അതും ആ പവർ ഓഫ് ചെയ്തില്ലേ അത് മറ്റാരെങ്കിലും ചെയ്തേനെ. നിഹയുടെ പ്ലാൻ അറിഞ്ഞത് കൊണ്ടാണ് കറക്റ്റ് ടൈമിൽ അവൾ ചുമതലപ്പെടുത്തിയ ആൾ മാറ്റി പകരമായി അവിടെ ഇവനെ കയറ്റിയത്. അവളെ ഏൽപ്പിച്ച ആളാണ് നന്ദുവിന് റിങ്ങിട്ടിരിക്കുന്നതെന്നാണ് ഇപ്പം അവർ ചിന്തിക്കുന്നത്. ഓ മൈ ഗോഡ്, ഇതൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് തല പെരുക്കുന്നു. ഇപ്പോഴിങ്ങനെ ആയാലേ എങ്ങനെയാ മോനെ ശരിയാകുക? ഇനി എന്തൊക്കെ നടക്കാൻ കിടക്കുന്നു? അപ്പോൾ ഇതിനൊരു അന്ത്യമില്ലേ? എൻഗേജ്മെൻ്റ് തന്നെ ഇങ്ങനെ, അപ്പോൾ ഇനി കല്യാണം എങ്ങനെ ആവും? അത്രക്കൊന്നും ചിന്തിച്ച് നീ തല പൊകിക്കണ്ട. കാര്യങ്ങൾ അവിടെ വരെ ഒന്നും പോകില്ല, പ്രോമിസ്. ചുരുക്കത്തിൽ എല്ലാവരും കൂടി ഞങ്ങളെ ശരിയാക്കിയെന്ന് സാരം. ശരിയെന്നാ, ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങളായിക്കോ. നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, ഞങ്ങളെല്ലാം പുറത്തുള്ളവരുമാണല്ലോ. ഹയോ ബാബീസ്, ഞങ്ങളങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല. പിന്നെ എന്തിനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത്
നിങ്ങളും ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ സീക്രറ്റ്സ് വിളിക്കുന്നില്ലേ? നന്ദു പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും 3ന്റെ വാക്ക് സിബിട്ടതുപോലെയായി. തുടരും. ബാക്കി എന്തെന്നറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഇൻഷാ അല്ലാ ഈ ഒരു വീക്കോട് കൂടെ നമ്മുടെ ഈ ഒരു സ്റ്റോറി നമ്മൾ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു നല്ല അടിപൊളി സ്റ്റോറിയുമായിട്ട് നമ്മൾ വരും. അപ്പോൾ മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണും തേരൈ മേരിയും ഈ ഒരു സാറ്റർഡേയുടെ കൂടെ നമ്മുടെ എല്ലാതും അവസാനിച്ചു. വരുന്ന മൺഡേ മുതൽ നമ്മൾ അടിപൊളി പുതിയൊരു സ്റ്റോറിയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവുന്നുള്ള ശുഭപ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുകയാണ്. ഇസ്മി സെൽസാ മസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.